വാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് കാണുന്ന നാടൻ വല്ലാത്തൊരു യാത്ര. ഇടവഴിയിലെ ഇപ്പോൾ ഭയങ്കര റയറായിട്ടുള്ള 80-90 കാലഘട്ടം അല്ലേ? ആ വീട്ടിലേക്കുള്ള വഴിയാത്തിട്ടോ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും. ഭയങ്കര നൊസ്റ്റാൾജി അങ്ങനെ കാണും. സ്റ്റെപ്പ് കാര്യങ്ങൾ ചെറിയ കുഞ്ഞു വീടടാ. കുഞ്ഞു വീട് ഷീറ്റ് ഇട്ടിരിക്കുക. നായനെ കുറിച്ച് എല്ലാം കൂടി നടക്കുക. നീ നടക്കുന്നുണ്ട്, ഞാൻ മുന്നേ നടക്കാം. വേറെ സംഭവം വെള്ളമല്ല, ഒരു ചാലുണ്ട്. പക്ഷേ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള കണ്ടൻറ്റുകളൊന്നുമില്ല, എന്നാലും നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, കമ്പളക്കാട് ടു ബത്തേരി റൂട്ട് ഉണ്ട്. അത്ര തന്നെ ഷോപ്പിംഗ് തന്നെ ഇതിൽ മെയിനായിട്ട് കേട്ടോ. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ കല്യാണം വരാൻ പോകും. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല. 3 പേർക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്കും എടുക്കണമല്ലോ. പിന്നെന്താ, രാവിലെ വാക്കിങ്ങിനിടയിൽ എടുത്തതാട്ടോ. എനിക്കിങ്ങനെ ഈ ഇടവഴികളും നാടൻ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര കണക്ഷനാണ് കേട്ടോ. കാരണം ഞാനിപ്പോഴും ആ ഒരു എൻ്റെ 90s ആളുകളെ കുട്ടിക്കാരെന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു വികാരം തന്നെയാണല്ലേ. അതെന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാതെ ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഞാനിപ്പോഴും ശരിക്കും ആ ഒരു ടൈമിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പുറകിലേക്ക് പോകട്ടോ. ഞാൻ അത്രയും കണക്റ്റഡാണ്. ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത്, ഇനി ഒരിക്കലും നമുക്കങ്ങനെ പുറകിലേക്കൊരു തിരിച്ചു പോക്കില്ല എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അത് കഥകളൊക്കെ അങ്ങനെ. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ബത്തേരിയിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന കാര്യം ഞാൻ വെച്ചിൻ്റെ ബുള്ളറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഷോറൂമിലൊന്ന് കാണിക്കണമായിരുന്നു. കംപ്ലൈൻ്റ് ഒന്നുമില്ല, എന്നാലും കുറച്ച് നിർത്തിയിട്ടതുകൊണ്ട്. പിന്നെ അതൊക്കെ ഒരു കാരണമാണ്. ഞാൻ മലനിച്ചന് ബുള്ളറ്റിലൊരു യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് പോവും. അത് ഞാൻ പോകണം എന്നുള്ളത് നിർബന്ധമാണ്, അതാണൊരു വിഷയമുള്ളത്. പിന്നെന്താ, മീനങ്ങാടിയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെ തന്നെ ഞാൻ കുറച്ച് പോകുന്ന റൂട്ട് കാര്യങ്ങളെല്ലാം കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഭംഗിയാണ് കേട്ടോ. ബത്തേരി റൂട്ട് പോയവർക്കും പോയിക്കൊണ്ടിരിക്കുന്നവർക്കും അറിയാം, ഒരിക്കലും നമുക്ക് മടുക്കൂല കേട്ടോ. നമുക്ക് ഭയങ്കര മിസ് ചെയ്യും ആ റൂട്ട്. അപ്പോൾ നെച്ച് ഗൾഫിലുള്ള സമയത്തും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വെറുതെയൊക്കെ അങ്ങനെ പോകലുണ്ട് മിൻ്റെ മോളിലൊക്കെ. അപ്പോൾ ഇത് ഫുഡ് ബേ റെസ്റ്റോറൻറ്റ്, ഒരുപാട് റീൽസിലും ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഫുൾ മന്തിക്ക് 500 സംതിങ് അങ്ങനെ. അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇത് ഞങ്ങൾ ബത്തേരി പോകുന്ന സമയത്തൊക്കെ എപ്പോഴും ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കൽ ഞങ്ങൾ കുറവാണ്. ഒരു സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ തന്നെ പോവുള്ളൂ. അങ്ങനൊരു തകരാറുണ്ട് കേട്ടോ. അപ്പോൾ നെച്ചിപ്പോൾ ഫുള്ളി ഷുഗർ കട്ടാണ് കേട്ടോ. ഒരു 2 മന്തോളമായി ഫുള്ളായിട്ടും. കാരണം ഒരു ഫ്രൂട്ട്സിൽ തന്നെ ഓവർ മധുരം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ വെച്ചത് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഡെഡിക്കേഷനിൽ ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ വെച്ച്. തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്കായാൽ പിന്നെ നോക്കണ്ട. പക്ഷേ ഇപ്പോൾ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് 2 മന്തായിട്ട് ഫുള്ളി ഷുഗർ കട്ടാണ് കേട്ടോ. അതിനുള്ള വ്യത്യാസം വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ടുണ്ട്. പഴയ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ എനിച്ചെന്നെ പറയട്ടോ നല്ലൊരു സുഖമുണ്ട് ശരീരത്തിനെന്ന്. എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്നും എൻ്റെ കൺട്രോളിലല്ല, ഒക്കെ ഔട്ട് ഓഫ് കൺട്രോളാണ് കേട്ടോ. അപ്പം നമ്മുടെ കമ്പളക്കാട് ഈ ഒരു 24th ഒരു ജിം ഓപ്പൺ ആവുന്നുണ്ട്, ലേഡീസിനും കൂടെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ആ ഒരു ഇതുണ്ട് മനസ്സിൽ കേട്ടോ, കുറയ്ക്കൽ അന്ന് തൊട്ടിട്ട് അതുവരെ കഴിക്കാം, അന്ന് തൊട്ടിട്ട് കൺട്രോൾ ചെയ്യാം, ഫുൾ ഡയറ്റും വർക്കൗട്ടൊക്കെ ആയിട്ടെന്ന്. ഇൻഷാ അള്ളാ എന്താണെന്ന് അറിയില്ല, എന്തായാലും എനിക്കൊരു ചെറിയൊരു ചേഞ്ച് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പം എന്തായാലും നോക്കുന്നില്ല, എന്തായാലും ജിം ഓപ്പൺ ആവട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയർ സിറ്റി ബത്തേരിയിലെത്തിയിട്ടോ. ഭയങ്കര രസമാണ്. ഒരു മിഠായിൻ്റെ ഒരു കവർ പോലും റോഡ് സൈഡിൽ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ബത്തേരി പോയവർക്ക് അറിയാൻ പറ്റും. പിന്നെ ടൗണിൻ്റെ 2 സൈഡിലും ഈ ഫുട്പാത്തിൻ്റെ സൈഡിലുള്ള ഹാൻഡ് റെയിൽ ഉണ്ടല്ലോ, അതിൽ ഫുള്ളും പ്ലാന്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നല്ല നല്ല ചെടികൾ, നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്ര വെയിലത്തും മഴയും വെയിലും ഒക്കെ ഉള്ള സമയത്തൊന്നും എനിക്കറിയില്ല. എന്തായാലും മാഷാ അല്ലാ അവിടുത്തെ കോർപ്പറേഷൻ മാത്രം നോക്കിയതുകൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ജനങ്ങളും കൂടെ സഹകരിച്ചിട്ട് ആണ് ഇതിങ്ങനെ ഇവിടെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും അവർക്കും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിൻറ്റ് മോൾ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സിനിമ കാണാമെന്ന് കരുതി അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ബുള്ളറ്റിൻ്റെ ഷോറൂമിലേക്ക് പോയിട്ടോ. അവിടെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പോസ്റ്റായിരിക്കേണ്ടി വന്നു. ബത്തേരി വന്ന് ഞങ്ങളിതാ ബുള്ളറ്റ് ഒന്ന് ഡോക്ടർ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വന്നതാട്ടോ. അപ്പോൾ അതങ്ങ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേ കുറേ ദിവസം നിർത്തിയിട്ടതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വന്നത്. ഞാൻ സിറ്റുവേഷൻ എന്താ പ്ലാനിങ് നോക്കിയിട്ട് എൻ്റെ മുത്തിനെ വിളിക്കാം. ഒരു 6 o'clock ആകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. എന്നിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നെസ്റ്റോ തന്നെ എത്തിയിട്ടോ. കാരണം സുരക്ഷിതമാക്കുക. കാരണം ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, മനസ്സിലായില്ലേ? അല്ല, അസ്വസ്ഥത വരാൻ പാടില്ല. കാരണം ഇതെല്ലാം കട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. ബുദ്ധിമുട്ടിട്ടല്ലേ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഹെൽമെറ്റ് പോലത്തെ സുരക്ഷിതമാക്കിയപ്പോൾ എന്താ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവുന്ന എന്ത് ഇത് മിൻറ്റ് മോളിലെ പാർക്കിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാ, അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. 1000 രൂപയുടെ സാധനത്താൽ ഒരു കാർ കിട്ടും അല്ലേ? അപ്പോൾ പ്ലേറ്റ് എടുത്താൽ നമുക്ക് അപ്പോൾ ഈ ഷോപ്പിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നല്ല അടിപൊളി കാസ്ട്രോൾസ് ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് വെറൈറ്റി ഡിസൈൻസിൽ. പിന്നെ കൂടുതലൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്ലേറ്റ്സൊക്കെ ഒരുപാട് ഓഫർ അവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഗോൾഡ് സൂക്കിന് പണ്ട് അമ്പയ്ക്കൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിയതാണ്.
അപ്പോൾ സീനൂട്ടിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്ന് കരുതിയിട്ടാണ് ട്രെൻഡ്സിൽ ഇങ്ങനെ ഒന്ന് നോക്കിയത്. എന്തായാലും ബത്തേരി വരെ വന്നതല്ലേ. അപ്പോൾ നല്ലതുണ്ടെങ്കിൽ സീനു സ്കൂൾ വിട്ട് വന്നിട്ട് അവരെയും കൂട്ടി വരാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചൊരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ടച്ചുള്ള അങ്ങനെയാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ കാഷ്വലായിട്ടുള്ള അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ XXL ഉണ്ടായിരുന്നില്ല. XXL ആണ് കുറച്ചൊരു ഓവർ എക്സ്ട്രാ സൈസ് എടുത്താലായിരിക്കും അത് ഭംഗി ഉണ്ടാവുക. പക്ഷേ മക്കൾക്കുള്ള വെസ്റ്റേൺസ് അടിപൊളി കളക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ പോകും. പിന്നെ ഇപ്പോൾ അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു സെക്ഷൻ വെസ്റ്റേൺ വേറെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗേൾസിന് വേണ്ടിയിട്ട്. ഇത് രണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തല്ലേ? ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് അമ്പിച്ചിക്ക് അടിപൊളി നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ ബത്തേരി ഡ്രസ്സിൽ. പക്ഷേ അവർ വന്നിട്ട് അവരെയും കൂട്ടി വന്നിട്ട് മക്കളെ കൂട്ടി വരാം. അടിപൊളി നല്ല കളർ. ഓക്കെ, പുതിയ സെലക്ഷൻ ഏതാ ഇപ്പം നോക്കിയ? ഇങ്ങനെ നോക്കി കുഴപ്പമില്ല, അടിപൊളി. ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ പിന്നെ ആ ഒരു ടോപ്പ് എടുത്ത് നോക്കുകയായിരുന്നു കേട്ടോ. അവിടെ എവിടെയെങ്കിലും അതിൻ്റെ XXL ഉണ്ടോയെന്ന്. ഇതെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും റെഡി ആവില്ല നമുക്കങ്ങനെ. ആ ഒരു ഫിറ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു ഫിറ്റ് അങ്ങനെ കുറച്ച് ഓവർ സൈസ്ഡായിട്ട് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് വെയർ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു ഹീല് വരുന്ന, കാരണം സൽവാറിന് കുറച്ച് ഹീലുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടോ, അവൾ ബത്തേരിയുള്ള സൽമ. അപ്പോൾ അവൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നൊരു ഷോപ്പാണിത് കേട്ടോ. ഡൂ അങ്ങനെ അതൊന്നും അടിപൊളി കളക്ഷൻ കേട്ടോ. അതായത് എനിക്ക് കൽപ്പറ്റ, കൊടുവള്ളി, കൽപ്പറ്റ, താമരശ്ശേരി ഇവിടെ ഒന്നും നോക്കിയിട്ട് കിട്ടാത്ത എൻ്റെ മനസ്സിലുള്ള ആ ഒരു സംഭവം ഇവിടുന്ന് കിട്ടിയ ആ ഒരു ഫുഡ് വെയർ ഡൂ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ പോകുന്ന സമയത്താണ് ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഷോപ്പ്, ഒരു മോളിൽ ഉള്ളിൽ ഒരു 3-4 ഷോപ്പ് നല്ല വെസ്റ്റേൺ ഇങ്ങനെ പിന്നെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിർത്തി പോയതാട്ടോ. നോക്കിയപ്പോൾ നല്ല അടിപൊളി വെസ്റ്റേൺ സീനൂട്ടിയൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അതാ ഈ ഒരു വൈറ്റ് ഞങ്ങൾ നോക്കി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തതൊരു കോഡ് സെറ്റാണ് കേട്ടോ അതിൽ കാണിക്കുക, ഒരു ബ്ലൂ കളറ്. പക്ഷേ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ സീനോട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞത് ഡാൻസിന് പോകാനാണോ, ഡാൻസ് കളിക്കാനാണോ എനിക്കിതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പലൊരു പാർട്ടി വെയർ ഒരു ടച്ചുള്ളതാണ് നോക്കിയിരുന്നേന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. അവിടെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല കേട്ടോ. പക്ഷെ അവൾ ഇട്ട് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ വീണ്ടും ഞങ്ങൾ നൈറ്റിൽ വന്നു, കാർ എടുത്തിട്ട് മക്കളെയും കൂട്ടി വന്നു. അത് ചേഞ്ച് ചെയ്യേണ്ടായത് കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ എടുത്തത് ഇതാണ് ഞാൻ ആദ്യം എടുത്തിട്ട് കൊണ്ടുപോയി കേട്ടോ. അവൾ ഡാൻസിനാണെന്ന് ചോദിച്ചു പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഫുഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ വയനാട്ടിൽ. നല്ല അടിപൊളി ഫുഡാണ്, നല്ല വെറൈറ്റി ഫിഷ് മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിയുന്നത് അവിടെ മന്തിക്ക് നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട്, ഷവായ മന്തിക്ക്. അപ്പോൾ ഞങ്ങൾ മന്തി കഴിച്ചു. പിന്നെ മക്കൾക്ക് പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പാഴ്സൽ വരുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ, നല്ലൊരു ബക്കറ്റിലൊക്കെ. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.